ഒരാൾ മദ്യപിച്ചു. അങ്ങനെ അയാൾ ആ മദ്യലഹരിയിൽ മരണപ്പെട്ടാൽ മാത്ത കാഫിറ എന്ന ഹദീസിൽ വന്നിട്ടുണ്ട്. കാഫിറായിട്ടാണ് അവൻ മരിക്കുന്നത്. ഇനി അവൻ മരിച്ചിട്ടില്ല എന്ന് വെക്കുക എങ്കിൽ അവൻ്റെ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല, പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല എന്നാണ് ഇസ്ലാമിക കാഴ്ചപ്പാട്. അപ്പോൾ അതിൻ്റെ ഒരു ദുന്യവിയായ വശവും അതിൻ്റെ ഒരു ദീനിയായ വശവും നമ്മൾ ഇതിൻ്റെ ഉപകാരം ഉപദ്രവം എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ പഠിക്കേണ്ടി വരും. ഇനി മൂന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇതിനെ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ്. മനുഷ്യൻ്റെ പ്രകൃതത്തോട് ഏറ്റവും നന്നായി ചേർന്ന് നിൽക്കുന്ന മതം. ഇത് നമ്മൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറയാറുണ്ട്. നിസ്കാരത്തിൻ്റെ ഉദാഹരണം എല്ലാവർക്കും മനസ്സിലാവും. നിസ്കരിക്കാൻ പറ്റാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കുക, ഇരുന്ന് നിസ്കരിക്കുക, കടന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ തല കൊണ്ടാംഗ്യം കാണിക്കുക, തല കൊണ്ടാംഗ്യം കാണിക്കാൻ പറ്റാത്ത ആൾ കണ്ണുകൊണ്ടാംഗ്യം കാണിക്കുക, കണ്ണുകൊണ്ടാംഗ്യം കാണിക്കാൻ പറ്റാത്ത ആൾ ഹൃദയത്തിൽ നിസ്കാരത്തെ കൊണ്ടുവരിക, ഹൃദയത്തിൽ നിസ്കാരം കൊണ്ടുവരാൻ കഴിയാത്ത ആൾക്ക് നേരെ സ്വർഗം നൽകും, അവൻ ഭ്രാന്തനാണ്, അവൻ നിസ്കരിക്കേണ്ടതില്ല. ഇങ്ങനെ കറക്റ്റ് റൂട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പം മനുഷ്യൻ്റെ പ്രകൃതത്തോടും അവൻ്റെ ജീവിത രീതിയോടും ചേർന്ന് നിൽക്കുന്ന ഒരു മതമാണ് ഇസ്ലാം ദീൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ദീൻ ഈ വിഷയത്തിൽ അതിൻ്റെ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയതാണ്.